ഒരു ഷെയ്ഖിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മുരീദിൻ്റെ അല്ലെങ്കിൽ ആ അനുധാവനം ചെയ്യുന്ന ആളുടെ തരീഖത്തും ശരീഅത്തും ഒക്കെ പിന്നെ ആ ഷെയ്ഖാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നോമ്പ് കാലത്ത് പകൽ സമയത്ത് ഷെയ്ഖ് മുരീദിനെ അല്ലെങ്കിൽ അയാൾ അനുധാവനം ചെയ്യുന്ന ആൾക്ക് നോമ്പ് സമയത്ത് ഭക്ഷണം കൊടുത്താൽ നോമ്പ് മുറിയില്ലെന്നും അതാണ് ഏറ്റവും നല്ല നോമ്പ് എന്നുള്ള രീതിയിൽ ഇവിടെ പ്രചരിക്കപ്പെടുന്നുണ്ട്. എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് അറിഞ്ഞാൽ ഗുണമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സ്പഷ്ടമാണ് ചോദ്യം. ഉത്തരം നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ശരീഅത്തുൽ ഇസ്ലാം പറഞ്ഞതിനെതിരെ ഒരു ഷെയ്ഖിന്റെയും വാക്കുകൾ അതിന് തെളിവായി അവതരിക്കാൻ കഴിയില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ നേരത്തെ പറയപ്പെട്ട ആ വിദ്വാൻ അദ്ദേഹം പറയുന്നത് റമദാൻ മാസത്തിന്റെ പകലിൽ ഷെയ്ഖ് വെള്ളം കൊടുത്താൽ അത് കുടിച്ചാൽ നോമ്പ് മുറിയില്ല. അത് പറഞ്ഞു വെക്കുന്നതിന്റെ ഒരു ലക്ഷ്യമുണ്ട്. അതെന്തിനാ നേരത്തെ വിഷയാവതരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചൂടുകാലാണല്ലോ, ആ സമയത്ത് ഷെയ്ഖിന്റെ പേര് പറഞ്ഞിട്ട് വെള്ളം കുടിക്കുക, അത് ഇസ്ലാമിക ശരീഅത്തിലേക്ക് വെച്ച് കെട്ടുക. ഇത് തന്നെയാണ് എല്ലാ ത്വരീഖത്ത് വാദിച്ചു വരുന്ന എല്ലാ കള്ളന്മാരുടെയും അടിസ്ഥാന ലക്ഷ്യവും അത് തന്നെയാണ്. അത് നമുക്ക് കേൾക്കാം. ഞങ്ങൾ പറഞ്ഞു, ഒരിക്കലും പറഞ്ഞിട്ടില്ല, തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ ആ വീട്ടിന്റെ ആവശ്യമില്ല. മുറിയുന്ന കേൾവിയുണ്ട്. ആ കേൾവിക്കാത്ത ഒരു വലിയ വെള്ളം കൊടുത്താൽ അവന്റെ നോമ്പ് മുറിയുമെന്ന്. അതെ, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അതാ വിട്ടുകൂടി. അപ്പൊ ഏക്കുന്ന ആൾക്ക് യാതൊരു ഞങ്ങൾ പറഞ്ഞു, ഒരിക്കലും പറഞ്ഞിട്ടില്ല, മുറിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ ആ വീട്ടിന്റെ ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞു, ഒരിക്കലും പറഞ്ഞിട്ടില്ല, തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഞങ്ങൾ പറയുന്നത് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാന നമ്മള് പ്രമാണങ്ങൾ നിരത്തി ഈ മൗലവിയെ നിരന്തരം ഗണ്ണിച്ചപ്പോ അദ്ദേഹം അത് പാടേത് വിശദീകരിക്കാൻ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. അതേ മൗലവിന്ന് പറയുന്നുണ്ട്. എന്റെ ചോദ്യം പൂർത്തിയാക്കാണ്. ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ അതേ മൗലവി തന്നെ പറയുന്നുണ്ട് റമദാനിൽ നോമ്പ് വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല. നമ്മളെല്ലാവരും വളരെ ചെറുപ്പത്തിലെ ഈ മസല പഠിച്ചു വരുന്നവരല്ലേ? മദ്രസ മുതൽ നാം പഠിച്ചു വരുന്ന മസലകളാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ നോമ്പിന്റെ ഫർളുകൾ എന്തൊക്കെയാണ്, സുന്നത്തുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതാണ്. അതിൽ പെട്ടതാണ് നമ്മുടെ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ വല്ലതും അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയും. അതിൽ ഏത് കുട്ടികളും സംശയം ഉണ്ടാവില്ല. മദ്രസ 5ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് വരെ അതറിയാം. എന്നാൽ ഇത്തരത്തിലുള്ള വ്യാജന്മാരുടെ മുഴുവനും ലക്ഷ്യം പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിനെ തകർക്കലാണ്. അതിനുവേണ്ടി ശരീഅത്തിന് വിരുദ്ധമായ എന്ത് കാര്യവും ഇതുപോലെ പച്ചയിൽ പറയാൻ ഒരു അറപ്പോ ഉറപ്പോ അവർക്കുണ്ടാകൂല. എന്നാൽ പ്രാമാണികമായ ഖണ്ഡനങ്ങൾ വരുമ്പോ അത് പിൻവലിക്കാനും പ്രയാസമല്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. 2013 മുതലുള്ളത് ആദ്യം പിൻവലിച്ചു, പിന്നെ 20 വരെയുള്ളത് പിന്നെ പിൻവലിച്ചു. ഇനിയിപ്പോ 20 മുതൽ 24 വരെ 4 വർഷത്താണ് ഇപ്പൊ ചുറ്റിയുള്ളത്. അത് എപ്പോഴാണ് ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ 2013 ശേഷമുള്ളത് നോക്കിയാൽ മതി. അതും പോരാ, അതൊക്കെ അടുത്ത കാലമാണ്. പിന്നെ ഈ ഖുറാഫാത്തുനിന്നും ജാഹിലിയത്തുനിന്നൊക്കെ പോയി ഒരു 2020 ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് മറുപടി പറയും. അതിന് മുമ്പ് ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യില്ല. അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും.
നിങ്ങൾ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്. അതെ അതെ അതെ. അപ്പോ അങ്ങനെയാണ് പരിശുദ്ധമായ ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പച്ചയിൽ ശൈഖന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ മഹാന്മാരായ ഔലിയാക്കന്മാരാണ്, സൂഫിയാക്കളാണ് എന്ന പേരിൽ മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഇത്തരത്തിലുള്ള കള്ളന്മാരെ മുഴുവനും നമ്മൾ തള്ളിക്കളയേണ്ടതാണ് എന്ന് മഹാന്മാരായ ഇമാമുകളൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി അവരുടെ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഇമാമുകളും അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വ്യാജന്മാര് ഇതുപോലെ ശരീഅത്തിന്റെ നിയമങ്ങളെ മുഴുവനും പച്ചയിൽ ദുർവ്യാഖ്യാനിക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ പറയപ്പെട്ട ഉരുവട്ടൂരിസം എന്ന് പറയുന്ന കക്ഷികളും ഇതുപോലെ തന്നെയാണ് പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാമിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. എനിക്ക് ഈ മുമ്പ് പരാമർശിച്ച അതേ ആളുകളെ കുറിച്ച് തന്നെയാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച പെരിന്തൽമണ്ണയിൽ മുഖാമുഖം വെച്ചിരുന്നു. അപ്പോൾ അതിന് നേരത്തെ പുസ്തകം പറഞ്ഞ മന്തിഖ് എന്ന കിതാബ് പഠിക്കാൻ പാടില്ല, അത് ശുചീകരണത്തിനൊക്കെ ഉപയോഗിക്കാം, അതിൽ തെറ്റൊന്നുമില്ല എന്ന് ആ കിതാബ് ഉദ്ധരിച്ചിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് അറിയേണ്ടത്. പിന്നെ ഈ കിതാബ് പഠിക്കൽ നമ്മളെ മതപരമായിട്ട് എത്രത്തോളം ആവശ്യമുള്ളതാണ് എന്ന് പറയാൻ താല്പര്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മന്ദിക്കിൻ്റെ കിതാബ് അത് പഠിക്കൽ ഹറാമാണ് എന്നും അതുകൊണ്ട് മനോഹരം ചെയ്യാൻ അനുവദനീയമാണ് എന്നുമൊക്കെ അത് പറയുന്നതിൻ്റെ മുമ്പ് ഇപ്പോൾ നമ്മുടെ പള്ളി ദർസുകളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന മന്ദിക്കിന്റെ കിതാബുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ കിതാബുകളൊക്കെ വലിയ പർവ്വത സമാനരായ പണ്ഡിതന്മാരെ രചിച്ച ഗ്രന്ഥങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹാനായ ഇമാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മിഅ്യാറുൽ ഇൽമ് എന്ന് പറയുന്ന ഒരു മന്ദിക്കിന്റെ കിതാബ് മഹാനവറുകൾക്കുണ്ട്. അതുപോലെ തന്നെ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവർ ഉണ്ടാക്കിയതാണ് അൽ മന്ദിഖുൽ കബീർ എന്ന് പറയുന്ന മന്ദിക്കിന്റെ ഗ്രന്ഥം. അതുപോലെ അബുൽ ബർക്കാത്തുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ തുടങ്ങി നമ്മൾ ദർസുകളിൽ ഓതുന്ന ശർഹ് തഹ്ദീബ്, അതിന്റെ മത്തിന് തഹ്ദീബ് ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ അതുപോലെ തസ്രീഹ് മന്ദിഖ്, ഖുതുബി, ഇതൊക്കെ ഉണ്ടാക്കിയ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ. തസ്രീഹ് മന്ദിഖ് നമ്മുടെ ദർസിൽ ഓതുന്ന ചെറിയൊരു ഗ്രന്ഥമാണ്, മന്ദിക്കിന്റെ കിതാബാണ്. അത് ഉണ്ടാക്കിയത് മുഹമ്മദ് ഇർത്തദ അലി ഖാൻ എന്ന് പറയുന്ന മഹാനവർകൾ വലിയ സൂഫി വര്യനായിരുന്നു എന്ന് അവരെ സംബന്ധിച്ച് പറയുന്ന കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരെ പറ്റി പറയുന്നത് തന്നെ ഹുവ ശൈഖുൽ ഇമാം അൽ ആലിമുൽ ഫഖാമ മൗലാന മുഹമ്മദ് ഇർത്തദ അലി ഖാൻ الصوفي البخاري ابن علامة قدوة العلماء الشيخ أحمد الجوفامي المدوي بقاضي القضاة. വലിയ സൂഫി വര്യനായ മഹാനായിരുന്നു അവർ. അവരെ പറ്റി തന്നെ പറയുന്നത് ഇങ്ങനെ ത്വരീഖത്തുകളൊക്കെ സ്വീകരിച്ച വലിയ മഹാനാണ് ഈ തസ്രീഹ് മന്ദിക്ക് രചിച്ച മഹാനവർകൾ. അവര് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു രോഗം പിടിപെട്ട് കപ്പലിൽ വെച്ച് മരിക്കുകയാണ്. അന്നത്തെ ആദത്ത് പ്രകാരം കപ്പലിൽ വെച്ച് ആരെങ്കിലും മരിച്ചാൽ അവരെ കടലിലേക്ക് ഇടുക എന്നുള്ളതാണ് അതിന്റെ സ്വഭാവം, അന്നത്തെ ഉറപ്പ് അങ്ങനെയാണ്. അങ്ങനെ മഹാനവർകളുടെ കൂടെയുള്ള ശിഷ്യൻ മരണാനന്തര കർമ്മങ്ങൾ മുഴുവനും നിർവഹിച്ച്
ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഖാൻ എന്നിവരെ കടലിലേക്ക് ഇടുകയാണ്. ദിവസങ്ങളോളം കഴിഞ്ഞതിന്റെ ശേഷം അത് കരക്കണയുകയാണ്. അവിടുത്തെ ശരീരത്തിനോ കഫം മുടക്കോ യാതൊരു തകരാറുമില്ല. ആളുകൾക്ക് ഒരുമിച്ച് കൂടി അങ്ങനെ നോക്കുമ്പോൾ ഇത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഖാൻ എന്ന ആളാണ്. മഹാനവറുകളുടെ നെറ്റിയിൽ റഹ്മാനിയായ ഹർഫുകൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ആ ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ വലിയ കറാമത്തുകളൊക്കെ ഉള്ള മഹാന്മാരായ ആളുകളാണ് ഈ മന്ദിക്കിന്റെ കിതാബുകളൊക്കെ ഉണ്ടാക്കിയത്. ഇതൊക്കെ പഠിക്കൽ ഹറാമാണ് എങ്കിൽ ഇങ്ങനത്തെ കിതാബുകൾ ഉണ്ടാക്കോ? ഇത്ര വലിയ സൂഫികളായ ആളുകൾ. ഇനി നമ്മൾ നോക്കാം, നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മോട് വിട പറഞ്ഞു പോയ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ, ഔലിയാക്കൾ, അവരൊക്കെ ഈ വിഷയം ഈ മന്ദിക്ക് അവരുടെ ദർശകൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ലേ? ബഹുമാനപ്പെട്ട ശൈഖുനാ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവര് ശർഹ് തഹ്ദീബ് ഓതിക്കൊടുത്തിരുന്നു. അവരുടെ പക്കൽ നിന്ന് ഞാൻ ശർഹ് തഹ്ദീബ് ഓതിയിരുന്നു എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ഇനി വേണമെങ്കിൽ നമുക്കത് കേൾക്കാൻ വേണം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 5 കൊല്ലം ഷെയ്ഖുനാട് തോന്നിയില്ലേ? ഏതൊക്കെ കിതാബ് ഓതിയെന്നറിയോ? ഓർമ്മയുണ്ട്? ഷെയ്ഖുനാട് തഫ്സീർ ഓതി. പിന്നെ ശറഅ് തഹ്ദീബ്, മാഷാ അല്ലാഹ്. പിന്നെ അത് നിങ്ങളുടെ ക്ലിപ്പാണ്. ശർഹ് തഹ്ദീബ് അദ്ദേഹം ഓതിയത് സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളിൽ നിന്നാണ്. അപ്പൊ അത് പറയുമ്പോൾ പല ആൾക്കാരും പറയും അതിപ്പോ ഓതിക്കൊടുക്കണ കാലത്തല്ലേ, പിന്നീട് മഹാനവറുകൾ വലിയായി പിന്നെ ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാകും എന്ന് തെറ്റിദ്ധരിക്കണ്ട. മഹാനവറുകളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ കൂലി പ്രഭാഷകന്മാർ പറഞ്ഞത് അതൊന്ന് കേട്ടു നോക്കി. പിന്നീട് ദർസ് ഒഴിവാക്കുകയാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ശൈഖുനായിൽ നിന്ന് വലിയ കറാമത്തുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ, കാരണം അവര് പിന്നീടെന്നോ വന്ന് വലിയായവരല്ല. ബാബാ മുദൂവിന്ന് കുത്തുബായി വന്നോവർ, വാപ്പയുടെ മുതുകിലായിരിക്കുന്ന അപ്പൊ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ശൈഖുനാ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കുത്തുബായിരുന്നു എന്നാണ്. അപ്പൊ കുത്തുബായി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ മന്ദിക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. ഇത് ഹറാമായിരുന്നു എങ്കിൽ പിന്നെ സി.എം. വലിയുല്ലാഹിനെ സംബന്ധിച്ച് എങ്ങനെ മുദബ്ബിറുൽ ആലം, കുത്തുബുൽ ആലം എന്നൊക്കെ പറയാം? ഹറാമ് ചെയ്തുകൊണ്ടിരുന്ന ആള് കുത്തുബാവോ? ഇനി വടകര മുഹമ്മദ് തങ്ങൾ പാപ്പ മഹാനവറുകളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? മഹാനവറുകള് അവിടുത്തെ സ്മരണകയിൽ നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ് എഴുതുന്നത് നോക്കാം. ബഹുമാന്യരായ വലിയുല്ലാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പാപ്പ, കൂടുതൽ ആളുകൾക്കും ഒരു വലിയ മാത്രമാണെങ്കിൽ എനിക്ക് ഒരു ഉസ്താദ് കൂടിയാണ്. ചെറിയ ഉസ്താദ് ഇതാണ്. ബഹുമാന്യരായ ഖമറുൽ ഉലമ എ.പി. ഉസ്താദിന്റെ അടുക്കൽ കോളിക്കലിൽ ഞാൻ പഠിക്കുന്ന കാലം ഒരു ദിവസം ഖുതുബി ദർസ് നടക്കുന്ന സമയത്ത് വടകര ഓർ കടന്നു വന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. എ.പി. ഉസ്താദ് എഴുന്നേറ്റുകൊണ്ട് തന്റെ ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുത്തു. അപ്പൊ ഓർ ചോദിച്ചു, വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പാപ്പ ചോദിച്ചു, ഏതാ ഓതുന്നത്? എ.പി. ഉസ്താദ് പറഞ്ഞു കുത്തുബി. എല്ലാവരും കൂടി മറുപടി പറഞ്ഞു കുത്തുബിയാണ് ഓതുന്നത്. ഉടൻ ചോദിച്ചു, മീർ കുത്തുബി ഓതുന്നില്ലേ എന്ന് പറഞ്ഞാൽ മന്ദിക്കിന്റെ കിതാബുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് കുത്തുബി. അത് ഓതുമ്പോ അതിന്റെ കൂടെ മീർ കൂടി ഓതുക എന്നതുണ്ട്, ഓതലുണ്ട്. അപ്പോ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പാപ്പ ചോദിക്കാം, മീർ ഓതലില്ലേ? അങ്ങനെ ശേഷം അരമണിക്കൂറോളം ഞങ്ങൾക്ക് മീർ കുത്തുബി ഓതിത്തന്നു എന്ന് ചെറിയ ഉസ്താദ് പറയാം. അപ്പോ കുത്തുബിന്റെ കിതാബാണ്. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പാപ്പ അത് ഓതിക്കൊടുക്കാണ്. നേരത്തെ പറഞ്ഞ മാതിരി അത് ഓതിക്കൊടുക്കലും പഠിക്കലും പഠിപ്പിക്കലൊക്കെ ഹറാമാണ് എന്ന് പറയുകയാണെങ്കിൽ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പാപ്പ അത് ഓതിക്കൊടുക്കോ? ഇനി നോക്ക്, ബഹറുൽ ഉലൂം ശൈഖുനാ ഓക്കെ ഉസ്താദ്, എത്ര പണ്ഡിതന്മാർക്കാണ് മഹാനവറുകൾ ഈ മന്ദിക്കിന്റെ കിതാബുകൾ ഓതിക്കൊടുത്തിട്ടുള്ളത്. ഇന്നും ഇഹ്യാ സുന്നയിൽ മന്ദിക്കിന്റെ കിതാബുകൾ ഓതിക്കൊടുക്കുന്നുണ്ട്. ഞാനും ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ അടക്കം ഒരുപാട് പണ്ഡിതന്മാര് അവിടുന്ന് അത് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ അതൊന്നും അനുവദനീയമല്ല, ഹറാമാണ് എങ്കിൽ ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് അതിന് അനുവദിക്കുമോ? മഹാനവറുകൾ ഓതിക്കൊടുക്കുമോ?
ഇനി ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പ, ആ ഉള്ളാൾ തങ്ങൾ പാപ്പ തന്നെ നമ്മോട് പറഞ്ഞിട്ടില്ലേ സർവത്തേതി ഓതുന്നതിനെ സംബന്ധിച്ച്? അത് ഒന്ന് കേട്ടോ. ശരത്തേതി ഓതിയാൽ ആ ശരത്തേതി ഇപ്പൊ മന്ദിക്കലുള്ളൂ. പക്ഷെ അതാണെങ്കിലും അതിൽ എത്ര ഇൽമുണ്ടെന്നറിയോ? അതൊക്കെ നമ്മൾ പഠിക്കണം. അതിലൊക്കെ അർത്ഥം കൽബിൽ വേണം. ശരത്തേതി ഓതിയാൽ ആ ഇൽമൊക്കെ നമ്മൾ പഠിക്കണം, അതൊക്കെ നമ്മുടെ കൽബിൽ ഉണ്ടാവണം എന്നാ പറഞ്ഞേ. ഈ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളെ സംബന്ധിച്ച് നേരത്തെ ആ കുരുവട്ടൂരി സമ്പാദിച്ച ചില ആളുകൾ എന്തൊക്കെ പറഞ്ഞു നടന്നിരുന്നു. മഹാനവർകൾ വലിയ വലിയാണ്, ഔലിയാക്കളുടെ നേതാവാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ക്ലിപ്പുകൾ കയ്യിലുണ്ട്. അതൊന്നും ഇടാത്ത സമയമില്ല. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം. അവന് പറഞ്ഞു തരേണ്ട ആവശ്യം നമുക്കറിയാലോ ആരാണ്. ആ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പൊക്കെ ഈ മന്ദിക്ക് ഓതി കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെ പിന്നെ അത് ഹറാമാണെന്ന് പറയാൻ പറ്റും? എന്നാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുരുവട്ടൂര് സമ്പാദിച്ച ചില ആളുകൾ ആ മന്ദിക്ക് ഓതുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. നേരെ മകൻ അവരെ മഹാനായ അബ്ദുൽ അസീസ് തങ്ങൾ, മഹാനായ സയ്യിദുൽ മഖ്ദൂം തങ്ങളുടെ നേരെ മകൻ അവരെഴുതിയ ശറഹാദ് മസ്ലഖുൽ അത്ഖിയാൽ. ഇതിന് മഹാൻ പറയുന്നത് നോക്ക് നിങ്ങൾ, ഫഇന്നൽ മന്തിഖ മൻഹിയുൻ അൻഹു മുത്ലഖാ. കാരണം ഈ മന്തിഖ് എന്ന് പറഞ്ഞാൽ നിരുപാധികം അത് വിലക്കപ്പെട്ടതാണ്. നിങ്ങൾ മഹാനായ അബ്ദുൽ അസീസ് നിരുപാധികം അത് വിലക്കപ്പെട്ടതാണ്. ഇനിയുണ്ട് വേറെ ഒരു മൗലവി പറയുന്നുണ്ട്, അത് പമ്പൈസ് ആയിട്ട് ഉപയോഗിക്കാം. അതിൽ അവൽ ആഖിർ പേജാണ് പറിച്ച് ഒഴിവാക്കിയാൽ അത് പമ്പൈസ് ആയിട്ട് ഉപയോഗിക്കാം. മന്ദിക്കിന്റെ കിതാബ് എന്നൊക്കെ പറയാന്നല്ലാതെ അതിന്റെ ഔവലാഖിർ പേജ് ചീന്തിക്കളഞ്ഞാൽ ഔവലാഖിറിൽ ബിസ്മി എന്നൊക്കെ സലാത്തൊക്കെ ഉണ്ടാവും. ആ പേജ് കൊണ്ട് നമുക്ക് ഇവിടെ ഈ കുട്ടികളെ പമ്പേഴ്സിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ല, കാരണം വേറെ ഒന്നും ഇല്ലാതെ അത് മനോരമ പേപ്പർ ഒരേ മാതിരി. ഇനി ധാരാളം ക്ലിപ്പുകൾ ഇതുപോലെ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഇതിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ എന്തു പറയുന്നു അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അതിക്കിയക്ക് സയ്യിദുൽ ബക്കരി തങ്ങൾ ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് കാണാം, ലമ്മ ബയ്യനമാ യഹ്താജു ഇലൈഹി മിനൽ ഉലൂമി അഖബഹു ബിൻ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഓതാൻ പാടില്ലാത്ത മുഹ്താദിനിലഹിയായ ഇൽമുകൾ ഏതൊക്കെയാണ് ഓതാൻ പറ്റിയത്, ഏതൊക്കെയാണ് എന്ന് വിശദീകരിച്ചതിന്റെ ശേഷം അഖബഹു ബിൻ നഹി അൻ ഇൽമുൽ മന്തിഖി, ഇൽമുൽ മന്തിഖിനെ തൊട്ട് നഹി ചെയ്യുന്ന വിഷയമാണ് പിന്നീട് കൊണ്ടുവന്നത്. അതുപോലെ വാനി തവ്വഖൂലി ഫി ഇൽമുൽ കലാം, ഇൽമുൽ കലാമിൽ ആണ്ട് പൂണ്ട് അതിൽ തന്നെ സമയം ചെലവഴിച്ച് പഠിക്കുന്നതിനെ തൊട്ടും നഹി ചെയ്യൽ കൊണ്ടുള്ള വിഷയം കൊണ്ടുവന്നു. ഫഖാല എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ലാ തഗ്തരിർ എന്ന് പറഞ്ഞിട്ട് ആ ബൈത്ത് പറയാണ്. യാനി ഇവിടെയാണ് സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ തകുൻ മഖ്ദൂഅൻ ബിവുഖൂഇ അഹ്ലി സമാനിന, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആളുകളെ സംഭവിച്ചു എന്നതുകൊണ്ട് ഇനി വഞ്ചിതനായി പോകരുത്. എന്തിൽ? ഫീ ത്വലബി ഇൽമുൽ മന്തിഖി, ഇൽമുൽ മന്തിഖിനെ തേടുന്നതിൽ അങ്ങേയറ്റം അവര് ആണ്ടുപൂണ്ടു പോയി എന്നതുകൊണ്ട് നീ വഞ്ചിതനാവരുത് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്, വൽ മുറാദു ഈ മന്തിഖ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അങ്ങനെ ഇൽമുൽ മന്തിഖിൽ ആണ്ടുപൂണ്ട് പഠിച്ച് അതിൽ നീ വഞ്ചിതനാകരുത് എന്ന് പറഞ്ഞ ആ മന്ദിക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ മഖ്ലൂത്ത് ബി ദലാലാത്തിൽ ഫലാസിഫത്തിൽ മുക്കഫിറത്തി വഗൈരിഹാ, തെറ്റായ ഫലാസിഫകൾ കാഫിറാക്കുന്ന രീതിയിലുള്ളത് വരെയുള്ള ഫലാസിഫകൾ കലർന്നതായ മന്ദിക്ക്, ആ മന്ദിക്കാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പഠിക്കാൻ പാടില്ല, ഹറാമാണ്, മൻഹിയുൻ അൻഹുവാണ് എന്ന് പറഞ്ഞ മന്ദിക്ക്, അത് ഏത് മന്ദിക്ക? ഫലാസിഫ, തെറ്റായ ഫലാസിഫകൾ കലർന്നതായ മന്ദിക്കാണ് പഠിക്കാൻ പാടില്ലാത്തത്. എന്നാൽ അമ്മൽ മന്ദിക്കുൽ ഖാലി അൻ ദാലിക, ആ തെറ്റായ ഫലാസിഫകളൊന്നും ഇല്ലാത്ത അതിനെ തൊട്ട് ഖാലിയായ മന്ദിക്കാവുന്നത് ഫലാ യുൻഹാ അൻഹു, അതിനെ വിരോധിക്കപ്പെട്ടിട്ടില്ല. ബൽ യന്നഹു മത്ലൂബുൻ, അത് മത്ലൂബായ കാര്യമാണ്, അത് പഠിക്കേണ്ട കാര്യമാണ് എന്നാണ് സയ്യിദുൽ ബക്കരി തങ്ങൾ പറയുന്നത്. എന്നിട്ട് അതില് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്, ഇനി അതിലേക്ക് പോകുന്നില്ല. അതുപോലെ മുഹിബുല്ലാഹിൽ ബിഹാരി അവരുടെ സുല്ലമിന് ഒരു സറഹുണ്ട്, മല്ലബി സുല്ലം. അതിൽ തന്നെ പറയുന്നുണ്ട് മന്ദിക്ക് 2 തരം മന്ദിക്കുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വയലും അന്നൽ മന്ദിക്ക കിസ്മാനി, മന്ദിക്ക് 2 ഇനമുണ്ട്. ഒന്ന് കിസ്മുൻ ഖാലിൻ അൻ സുബൈൽ ഫലാസിഫ, ഫലാസിഫയെ തൊട്ടൊക്കെ ഒഴിവായ ഒരു ഇനം. ഹാദൽ കിതാബ് എന്ന് പറയാ, ഈ സുല്ലമ് പോലെ. അതുപോലെ മുഖ്തസരിൽ ഇമാം സനൂസി, ഇമാം സനൂസി തങ്ങളുടെ മുഖ്തർ പോലെ എന്ന് പറഞ്ഞിട്ട് പറയാണ് ഫഹാദാ ലാ ഖിലാഫ ഫിവാസിഹി, ഈ ഒരു ഇനം മന്ദിക്ക് പഠിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല, അതിൽ ഖിലാഫന്നല്ല. പഠിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള ഒരു ഖിലാഫ് തന്നെ ഈ വിഷയത്തിലില്ല. അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു വലാ യസുദ്ദു അൻഹു ഇല്ലാ മൻ ലാ മഅഖൂല ലഹു, അത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനെ തൊട്ട് തടഞ്ഞു വെക്കൂല. ഇല്ലാ മൻ ലാ മഅഖൂല ലഹു, ബുദ്ധിയില്ലാത്ത ആളുകളല്ലാതെ അതിനെ തടയൂല. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത്. തീരെ ബുദ്ധിയില്ലാത്ത ദുർബല ബുദ്ധി എന്ന് പറയാൻ തന്നെ പറ്റൂല, അങ്ങനത്തെ ഒരു വിഭാഗമാണ് ഇപ്പൊ ഇത് ഹറാമാണ്, പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നടക്കുന്നത്. കാരണം ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കിക്കൂടെ എത്ര വലിയ വലിയ മഹാന്മാരാണ് ഈ മന്ദിക്കൊക്കെ ഓതി കൊടുത്തതും ഈ കിതാബ് ഉണ്ടാക്കിയൊക്കെ. പിന്നെ അതിനെ സംബന്ധിച്ച് അത് ഹറാമാണ്, മൻഹിയുൻ മുത്തലക്കാ എന്ന് വലിയ ഒച്ച ഉണ്ടാക്കിയാണ് പറയുമ്പോത്തിന് ഇത് ഹറാമാകുമോ? അപ്പൊ ആ ഹറാമാകും എന്ന് പറഞ്ഞ മന്ദിക്ക് ഏതാണ്ട് വിശ്വാസം പറയണ്ടേ? ഏതായാലും ഈ മന്ദിക്കിനെ സംബന്ധിച്ച് ഫലാസിഫ കലരാത്ത നമ്മൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ഈ മന്ദിക്ക് ഒരിക്കലും ഹറാമല്ല, അത് ജായിസാണ് എന്ന വിഷയത്തിൽ ഒരു ഖിലാഫുമില്ല. എന്നാൽ അൽ കിസ്മുസാനി 2ാമത്തെ ഇനം, അത് മുഖ്തലത്തുൻ ബി സുബഹിൽ ഫലാസിഫ, അത് ഫലാസിഫ കലർന്ന മന്ദിക്കാണ്. വഹാദാ ഹുവല്ലദീ ജറാ ഫിൽ ഇസ്തിഗാലി ബിഹി ഖിലാഫുൻ, അതിലാണ് ആ ഫലാസിഫ, തെറ്റായ ഫലാസിഫ കടന്നുകൂടിയ ആ മന്ദിക്ക് പഠിക്കുന്നതിലാണ് ഖിലാഫുള്ളത് എന്ന് മല്ലബി സുല്ലം പറയുന്നു. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മനോഹരം ചെയ്യാൻ പറ്റുമോ? അത് ഇനിയിപ്പോ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഏതുകൊണ്ട് മനോഹരം ചെയ്യാൻ പറ്റൂല എന്ന് ഉറപ്പല്ലേ? ഖിലാഫില്ലാത്ത നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ മന്ദിക്ക് അതുകൊണ്ട് മനോഹരം ചെയ്യാൻ പറ്റില്ല ഉറപ്പല്ലേ? അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ലൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ പറയുന്നുണ്ട്, അത് വിശദീകരിച്ചുകൊണ്ട് ഖുർആനിലും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മനോഹരം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട് മുഹ്തറമായ സാധനങ്ങളെ കൊണ്ടൊന്നും മനോഹരം ചെയ്യാൻ പറ്റില്ല. ആ മുഹ്തറമായ ഇൽമ് ഏതുപോലെ? മന്ദിക്ക് പോലെ, അതുപോലെ തിബ്, ഇൽമുൽ മന്ദിക്ക്, ഇൽമു തിബ്, ഇത് 2ഉം മുഹ്തറമായ ഇൽമാണ്. അത് എഴുതപ്പെട്ടതായ പേപ്പർ ഉപയോഗിച്ച്, കടലാസ് ഉപയോഗിച്ച് അതുകൊണ്ട് മനോഹരം ചെയ്യാൻ പറ്റില്ല. എങ്ങനത്തെ മന്ദിക്കും തിബുമാണ് ഖലയാ അൻ മഹദൂരിൻ, നേരത്തെ പറഞ്ഞ ഫലാസിഫകളൊക്കെ തൊട്ട് അപകടങ്ങളെ തൊട്ടൊക്കെ രക്ഷപ്പെട്ടതായ ഒഴിഞ്ഞതായ ഇൽമന്ദിക്കും ഇൽമുത്തിബും. എന്നിട്ട് ആ ഫലാസിഫയും മഹദൂറൊന്നും ഇല്ലാത്ത ഇൽമുൽ മന്ദിക്ക് ഏതാണ്, അല്ലെങ്കിൽ ഇൽമുത്തിബ് ഏതാണ്? മഹാനവർകൾ പറയാണ് കൽ മൗജൂദൈനിൽ യൗം, ഇന്ന് നമ്മുടെ ഇടയിലുള്ളതായ, നമ്മൾ ഇന്ന് എത്തിക്കപ്പെട്ടതായ മന്ദിക്ക് പോലെ എന്നാ പറഞ്ഞേ. ഇബ്നു ഹജർ ലൈതമി തങ്ങളുടെ കാലത്ത് ഉള്ള മന്ദിക്കിനെ പറ്റിയാ പറഞ്ഞേ. അപ്പൊ അന്നുള്ള ആ മന്ദിക്കിൽ ഏതില്ല? ഇത്തരം മഹദൂറായ അപകടകരമായ ഒരു വിഷയവും ഇല്ല. എന്നിട്ട് പറയാനില്ല അന്ന താല്ലുമുഹുമാ ഫർദു കിഫായത്തിൻ,
അപ്പൊ ഈ ഇൽമുൽ മന്തിക്കും അതുപോലെ ഇൽമു തിബ്ബും പഠിക്കൽ ഫർള് കിഫയാണ്, ഹറാമാണ്, പാടില്ല. മൻഹിയുൻ അൻഹു മുത്തലഖൻ എന്നല്ല, ഫർള് കിഫയാണ് അത് പഠിക്കൽ. കാരണം എന്താ? ലിഉമൂമി നഫ്ഇഹിമാ, അത് രണ്ടിന്റെയും ഉപകാരം ആമാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും പഠിക്കണം എന്നാണ് മഹാനായ ഇബ്നു ഹജർ ലൈതമി തങ്ങൾ പറയുന്നത്. അതേ ഇബ്നു ഹജർ തങ്ങള് അവിടുത്തെ ഇംദാദിൽ പറഞ്ഞത് സർവാനി അവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. ആ പറഞ്ഞത് അവിടെ പറയുന്നുണ്ട്, ഖാല ഫിൽ ഇംദാദി ബൽ ഹുവ അയ്യൽ മന്തിക അലാഹാ ഐ അൽ ഉലൂമിൽ ആലിയ. ശറഈയ ഇൽമിന്റെ ആലത്തുകളായി വരുന്ന ഒരുപാട് ഇൽമുകളുണ്ട്. അതിൽപ്പെട്ടാണ് നഹ്വ്, സർഫ് ഒക്കെ. അതിൽപ്പെട്ട ഒന്നാണ് ഇൽമുൽ മന്തിക്ക്. ആ ഇൽമുൽ മന്തിക്ക് എന്നത് ഈ ആലത്തുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ആലയാണ്, ഏറ്റവും മേലെയായത് ഈ ഇൽമുൽ മന്തിക്കാണ് എന്ന് ഇബ്നു ഹജർ ലൈതമി തങ്ങൾ പറയാണ്. എന്നിട്ട് പറയുന്നു അപ്പൊ പിന്നെ അപ്പം ഇമാം നഹ്വി റഹ്മത്തുള്ളാഹി അലൈഹിയും അതുപോലെ ഇബ്നു സലാഹ് തങ്ങളൊക്കെ അതുകൊണ്ട് മനോഹരം ചെയ്യാം എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ അത് ഹറാമാണ്, പഠിക്കാൻ പാടില്ല എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. ആ ഫത്വ ഒക്കെ എന്താണ്? ആ ഫത്വകളാകുന്നത് അത് അതിന് ഏതിന്റെ മേൽ ഹംല് ചെയ്യപ്പെടണം? അവർ രണ്ടാളുടെയും കാലത്തുണ്ടായിരുന്ന ആ മന്തിക്കിന്റെ മേൽ ഹംല് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ദലാലത്തുകൾ അടങ്ങിയ മഹദൂറാത്തുകളുള്ള ഫനാസിഫ കലർന്ന ആ മന്തിക്കാണ് മഹാനവർകൾ പഠിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞത്. അതുപോലെ അതുകൊണ്ട് മനോഹരം ചെയ്യൽ അനുവദനീയമാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇന്ന് ഈ കാലത്തുള്ള മന്തിക്കിന്റെ അവലും ആഖിറും ചീന്തിക്കളഞ്ഞ് ബാക്കിയുള്ളത് കൊണ്ട് പമ്പൈസായി ഉപയോഗിക്കാം, ഒരിക്കലും അങ്ങനെ മഹാന്മാർ പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നു അതെന്താ അന്നത്തെ കാലത്ത് ആ മന്തിക്കിന്റെ മേലില് അതിനെ ഹംല് ചെയ്യണം എന്ന് പറയാൻ കാരണം മിൻ ഖൽത്തിൻ കസീരിൻ മിൻ കുതുബിഹി ബിൽ ഖവാനീനിൽ ഫൽസഫിയത്തിൽ മുനാബദത്തിൽ ശറാഇഹി, അന്ന് ശരീഅത്തിനോട് എതിരായ ധാരാളം കാര്യങ്ങൾ അതിൽ കടന്നുകൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്നിട്ട് പറയുന്നത് ഖിലാഫിൽ മൗജൂദിയോ, ഇക്കാലത്തുള്ള ഇൽമുൽ മന്തിക്കിനിക്ക് എതിരായിട്ട്. കാരണം അതിലിങ്ങനെ ഫലാസിഫ കാരണം ഒന്നുമില്ല എന്ന് മാത്രമല്ല, വലാ മിമ്മാ യുഅദ്ദാ ഇലൈഹി, അതിലേക്ക് ചേർക്കുന്ന ഒരു കാര്യം അതുമില്ല. എന്നാൽ അതിലേക്ക് ചേർക്കുന്ന, അതിലേക്ക് ചെന്ന് ചേരാൻ പറ്റുന്ന വല്ലതുണ്ടോ? അതും ഈ ഇന്നത്തെ കാലത്ത് മന്ദിക്കില്ല. എന്നിട്ട് മാനവർകൾ പറയാണ് ഫകാന മുഹ്തറമൻ, അതുകൊണ്ട് തന്നെ ഇൽമുൽ മന്ദിക്ക് അത് മുഹ്തറമാണ്. ബൽ എന്നല്ല ഫർളു കിഫായത്തിൻ, അത് ഫർളു കിഫയാണ് എന്ന് മാത്രമല്ല, ബൽ ഫർളു ഐനിൻ, ഇൽമുൽ മന്ദിക്ക് പഠിക്കല് ഫർളു ഐനാണ്. എപ്പോ ഇൻ വഖഅത്ത് സുബ്ഹത്തുൻ ലാ യതഖല്ലസു മിൻഹാ ഇല്ലാ ബിമഅരിഫതിഹി, ആ എന്തെങ്കിലും ഒരു സുബ്ഹ ഉണ്ടാവുകയും ആ സുബ്ഹയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇൽമുൽ മന്തിക്ക് പഠിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. എങ്കിൽ ആ ഇൽമുൽ മന്തിക്ക് പഠിക്കൽ ഫർള് ഐനാണ് എന്നാണ് മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നത്. ഇനിയും ധാരാളം കിതാബുകളിൽ അതുണ്ട്. ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തന്നെ ഫത്ഹുൽ മുബീനിൽ അത് വിശദീകരിക്കുന്നു. അതുപോലെ ധാരാളം കിതാബുകളിലുണ്ട്, ദീർഘിക്കുന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് ഓതൽ ഹറാമാണ് എന്ന് മാത്രമല്ല പറഞ്ഞേ, അത് പഠിപ്പിച്ചു കൊടുക്കൽ ഹറാമാണെന്ന് മാത്രമല്ല, അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് കിട്ടുന്ന ശമ്പളം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കൽ ഹറാമാണ്. അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ദർസുകളിലേക്ക് സംഭാവന കൊടുക്കൽ ഹറാമാണ്. ഇങ്ങനെ പലജാതി വാക്കുകളാണ് ഈ നേരത്തെ പറഞ്ഞ കുരുവട്ടൂരി സമ്പാദിച്ച ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചത് എന്ന് മാത്രം ആ വിഷയത്തിൽ ഓർമ്മ.